മമ്മയ്ക്ക് ഈ ലൈറ്റ് കണ്ടിട്ട് എന്താ പറയുക? എന്താ മോനെ ഞാൻ പറയുന്നത്, ഇതിലും വലിയ ഇത്രയും കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ലൈറ്റ് ഇവിടെ കണ്ടിട്ടില്ല. നമുക്ക് ഈ ഇതിൽ കൂടെ തന്നെ നമ്മളെ മോണ്ടനെ നിൽക്കാണ്ട് കഴിച്ചാലോ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വ്ളോഗ് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് ഗൈസ് നാളെ നടക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ പണിക്കാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഫസ്റ്റത്തെ ആൾത്തന്നെ നമുക്ക് നോക്കാം. പേര് പറയൂ. എൻ്റെ പേര് ഉനീസ്. നിലമ്പൂർ ഇവൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതായത് ഗൈസ് നമ്മൾ വർക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് നിലമ്പൂർ ഇവൻസിനാണ്. അപ്പോൾ നമ്മളെ ഫ്രണ്ടിൻ്റെ ഒരു പരിപാടി ഉണ്ടായിന്. ഓലി നമ്മൾ പരിപാടിക്ക് നമുക്ക് പോയപ്പോൾ നമുക്ക് തോന്നി ഇവരെ വിളിച്ചാലോ. നമ്മൾ ആദ്യം വിചാരിച്ചിന് എങ്ങനെയാ അറിയോ, അത് താഴത്തെ വെപ്പുകാരൊക്കെ വിളിച്ചിട്ട് നമ്മളായിട്ട് സ്വന്തമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത്. എങ്ങനെ അവിടെ കണ്ടപ്പോൾ ഉമ്മയും പറഞ്ഞു സംഭവം കൊള്ളാം, നമുക്ക് ഇവരെ തന്നെ ഏൽപ്പിച്ചാലോ ഞാൻ ചോദിച്ചു. അപ്പം ഞാൻ കോൺടാക്ട് നമ്പർ വാങ്ങിയിട്ട് പിന്നെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഓല് പറഞ്ഞു ഓല് നടത്തി തരാറുണ്ട്. അപ്പോൾ നമ്മൾ വിളിച്ചിരിക്കുന്ന ഗൈസ്. ഇപ്പോൾ ഓല് കുറച്ച് നേരത്തേക്ക് കയറി വന്നിട്ട് 4-5 ആൾക്കാരും പാടെ ഉണ്ടായിനി. ഓല് ഇപ്പോൾ എങ്ങോട്ട് ഓല് നോമ്പ് തുറക്കാൻ പോയില്ലേ. പിന്നെ ഗൈസ് വേറൊരു ചെറുക്കനും പാടുണ്ട്. ഇതാണ് എൻ്റെ പേര് പടി റിൻഷാദ്. എനിക്ക് എന്താണ് പണി? ആണോ ഗൈസ്? ഇവന്റെ പേര് റിച്ചു എന്നാണ്. ഇവര് പണിയെടുക്കണ കണ്ടപ്പോ ഇവനക്കും പൂതിയാവണം പറഞ്ഞ് പോന്നാണല്ലേ. അങ്ങനെ ആള് നല്ല ഹാർഡ് വർക്കറാണ്. എന്ത് പണി ഉണ്ടെങ്കിലും വേഗം മണ്ടി വരുന്ന ആളാണ്. അങ്ങനെ പിന്നെ അതേപോലെ തന്നെ ഗൈസ് ഇവർ ഇങ്ങനത്തെ ഒരു പണികൾ വേറെ എവിടെയും ചെയ്തിട്ടില്ലല്ലോ. ഇത്ര കയറ്റം കയറിയിട്ട് ഇങ്ങനെ ഈ സാധനങ്ങൾ ഏറ്റിട്ട്. അത് സത്യട്ടോ. ബാക്കിയുള്ളതൊക്കെ ഗൈസ് എല്ലാവരും പേരേക്കും വണ്ടി എത്തും. നമ്മള് പേരെ ഓല് വന്നപ്പോൾ തന്നെ പറഞ്ഞിനി. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ കൂടാന്ന് വിചാരിച്ചിനി. പക്ഷെ അപ്പൊ നിങ്ങൾ ഏറ്റി എല്ലാം കൊണ്ടുവന്നു. പിന്നെ അറിയുന്നത് വലിയ ഓവർ സാധനങ്ങളില്ലാത്തതുകൊണ്ട് നമ്മളൊരു 4-4 ആൾക്കാരുണ്ടായോണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് എത്തിച്ച്. കുറച്ച് സാധനങ്ങളൂടെ ഉണ്ടെങ്കിൽ താഴത്തെ നമുക്ക് കൊണ്ടുവരണം. രാത്രി ഡോലും കൂടി വന്നിട്ട് മറ്റോലും എങ്ങനെ സാധനം ഇനി ആവശ്യമുണ്ടോന്ന് നോക്കിയിട്ട് മാത്രം എല്ലാം സെറ്റ് ആക്കിയിട്ടില്ല. ഇപ്പൊ ഇവര് വന്നപ്പോ തന്നെ ഇതാക്കണേ. ഇവിടെ ഈ ഒരു കമ്പി ഇങ്ങോട്ട് വെച്ചു. അതായത് ഇതാക്കണേ ഇങ്ങനത്തെ കമ്പിയില്ലേ, അത് ഒരു തൂണൂടെ ഫിറ്റ് ചെയ്തിട്ട് അതങ്ങോട്ട് വെച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കട്ടം വെച്ചുകൊണ്ട് സെറ്റാക്കിക്കണേ. ഇനി മഴ പെയ്യാന്നാ മതി, വേറെ നമുക്കൊരു പേടില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അല്ലേ, ചോർന്ന് പോകും. ഉച്ചക്കാകുമ്പോഴത്തേന് നല്ല വെയിലുണ്ടാവും. നാളെ പരിപാടിയില്ലേ, ഇന്ന് തലേന്ന് പന്തൽ പരിപാടിയിലാണ്. പിന്നെ കഴിച്ച് നമ്മളപ്പുറത്തെ പെയിൻ്റ് അടി ഏറെക്കുറെ ഏകദേശം കഴിഞ്ഞാണ്. ഇനി കുറച്ചുകൂടി ഉള്ളൂ. നമുക്ക് നാളെ വീണ്ടും എടുക്കാണ്ട് കേട്ടോ നീച്ചിക്ക്. ഇനി കഴിച്ച് നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴെ ഗ്രൗണ്ടിലേക്ക് ചെക്കന്മാരത്തേക്ക് ചെല്ലണം. അതായത് നമ്മളെ നാട്ടിലത്തെ ചെക്കന്മാരൊക്കെ അവിടെ കളിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓരത്ത് പോയാണ്ട് ചെക്കന്മാരോട് എല്ലാവരോടും പറയണം നാളെയാണ് പരിപാടി എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ടൈമിൽ ഒറ്റൊരു മനസ്സുണ്ടാവില്ല. പന്തലും നമ്മൾ സാധനങ്ങളും ഉണ്ടാവും. ആരും ഉണ്ടാവില്ല. ആരും നമ്മൾ ചെറുക്കന്മാരോട് പറഞ്ഞിരിക്കണേ നോമ്പ് തുറ ഉണ്ട് കേട്ടോ വരണമെന്ന്. പക്ഷെ എന്നാ ഡേറ്റ് ആരോടും പറഞ്ഞിട്ടില്ല. അറിയോ കുട്ടികളെ സന്തോഷം കണ്ടത്. നേരത്തെ മാങ്ങ കുറച്ചാൽ വേണ്ടി കുറച്ച് നോമ്പില്ലാത്ത കുട്ടികൾ കുന്നുമല കയറി പോയിന്. അപ്പോൾ ഓരോട് ഞങ്ങൾ പറഞ്ഞ് വെച്ചിക്കണേ നാളെ എന്ന് പറഞ്ഞിരിക്കണേ. ഓരോട് മാത്രം പറഞ്ഞാൽ പോരാ. ഇനിയിപ്പോൾ നാട്ടിൽ ഞങ്ങൾ കമ്പനിക്കാരെ വിളിച്ചപ്പോൾ ചെറുക്കന്മാരെല്ലാം ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ പോയിട്ട് കഴിച്ച് ഓലിയമ്പാട് വിളിക്കണം. അമ്മമ്മ നമ്മളെ പരിപാടി എങ്ങനെ ഉണ്ടാകും? അടിപൊളിയായി ഉണ്ടാകണം നമ്മളെ ആഗ്രഹം. അടിപൊളിയായിട്ട് നടക്കണം നമ്മളെ ആഗ്രഹം. അതുപോലെ സെറ്റാക്കി തരുന്നു. അതുപോലെ സെറ്റാക്കും. പരിപാടി അടിപൊളി സെറ്റാക്കും. അതിനോട് കയറി പോണേ നടന്നോട്ടെ. പിന്നെന്താ നാളെ അസലായിട്ട് നോലും പറയാം എല്ലാവരും വിളിച്ചിട്ടില്ലേ. നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു സംഭവമാണ്. നമുക്ക് അതിന് ചെയ്യാൻ പറ്റിയ സാഹചര്യങ്ങളൊന്നും അല്ലാനില്ല ഇതുവരെ. അതായത് ആരോടും പറഞ്ഞ പോയി പറഞ്ഞു വരും. എളുപ്പം തുറക്കാനൊക്കെ നമുക്ക് ആൾക്കാർ ചെക്കന്മാരെ നമ്മൾ ഉണ്ടാക്കും. നമ്മളെ നാട്ടിൽ ചെക്കന്മാരല്ലേ. ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയത് അത് നമുക്ക് ഉണ്ടാവും. ഈ ചെറുക്കന്മാരുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങണം. പിന്നെ ഉമ്മ എന്താണ് ഉമ്മക്ക് പറയാനുള്ളത് നമ്മളെ പരിപാടിനൊക്കെ പറ്റിയിട്ട്? നല്ലതാകട്ടെ, സന്തോഷമുണ്ട്. നല്ലൊരു തുറ നമ്മൾ വെക്കുമ്പോൾ നോമ്പ് തുറ എല്ലാവർക്കും കൊടുക്കാലോ, ഭക്ഷണം എല്ലാവർക്കും. ഈ നോമ്പ് തുറ ആയപ്പത്തിന് കണ്ടില്ലേ നമ്മളെ പേരൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി നമ്മൾ എടുത്തും ചെയ്തു അല്ലേ. അപ്പോൾ ഒരു പുതിയൊരു സെറ്റപ്പ് ശരിയാവും. ഗ്രൗണ്ടിൽ നിന്ന് ചെക്കന്മാർ പോണതിന് മുമ്പ് നമ്മൾ അങ്ങോട്ട് പോയി നോക്കട്ടെ. കുട്ടികള് നമുക്ക് വേഗം പോയി നോക്കാം. ഒന്നും കാട്ടൂലടാ. എനിക്ക് തണ്ടും തടീനുള്ളൂ. പേടിയ പൂച്ചനെ ഉള്ളു ഫുള്ള് പൊള്ളയാണ് അല്ലേ. ഞങ്ങളെ ചെറുക്കന്മാരെ പോയി വിളിച്ചോണ്ടേ. നമുക്ക് ചെറുക്കന്മാരെ പോയി വിളിച്ചോണ്ടേ. താക്കോലെടുത്താണ്
സമയം 5:30. ഗൈസ് ഞങ്ങൾ ചെറുക്കന്മാരെ പോയിട്ടൊന്ന് വിളിച്ചു കൊണ്ടുവരട്ടെ. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഗൈസ്. നമ്മളെ നാട്ടിൽ ഇവിടെ ഒക്കെ മിക്സ്ഡ് ആണ്. അതായത് ഇപ്പൊ ഈ താഴത്തെ കാണുന്ന പെര ഹിന്ദു മുസ്ലിം എല്ലാരും ക്രോസ് എല്ലാരും മിക്സ്ഡ് ആയിട്ടില്ലാണ്. അപ്പൊ നമ്മള് എല്ലാരും വിളിക്കും അല്ലേ? ഇറങ്ങാം. എടാ അതിനല്ല ഫുഡ് അവിടെ പഴയക്ക് അങ്ങോട്ട് വരാം. അങ്ങോട്ട് വരാണ്ട് ഇറങ്ങി. അതെ ഇത് എടാ ഇവിടെ ബാടാ എല്ലാരും ബാ. അവിടെ ഉണ്ടല്ലേ ചെറുക്കന്മാര് എല്ലാ വലിയൊരു ചെറിയൊന്നുമല്ല ബാ. ഓലാണ് വലിയൊരു ഓല് നമ്മളെ ചെറുതല്ലേ. എടാ ഇവിടെ തന്നെ ഉണ്ടല്ലോ അത്യാവശ്യം ചെക്കന്മാര്. എടാ നിങ്ങളെല്ലാരും എണ്ണ കേട്ടോ, എണ്ണക്ക് മാ കേട്ടോ. എല്ലാരും പോരും എല്ലാരും പോരും ചേട്ടാ. ഓ എല്ലാരും ഉണ്ട് കഴിച്ച് പാട്ടുണ്ട് കേട്ടോ. ഇവിടെ സാക്കിറാക്കണ മെയിൻ പ്ലെയർ ആക്കണ് അവിടെ കളിച്ചു കുത്തിരിക്കണ്. കുട്ടികളെ പറ്റിച്ചാണ്ട് പോത്ത് പോലെ വലിപ്പുണ്ട് ഓനക്കൊക്കെ. എടാ അബലൊന്ന് ആദ്യം എണ്ണ എടുക്കണല്ലോ. ഇത് അത്യാവശ്യം ചെക്കന്മാരുണ്ടല്ലോ. നമ്മൾ പ്രതീക്ഷിന്റെ ആളും ചെറുക്കന്മാരുണ്ട്. അപ്പൊ കഴിച്ച് നമ്മളങ്ങനെ നമ്മളെ ഗ്രൗണ്ടിൽ എത്തിക്കണേ. എടാ നിശബ്ദത എല്ലാരും കുറച്ചു നേരത്തിന്. നാളെ വരണം കേട്ടോ. ആ ഏരിയയിൽ കണ്ടാണ്ടല്ലോ. ഭയങ്കര ബഹുമാനാണ് കഴിച്ച ചെറുക്കന്മാർക്ക്. എടാ ഓളെ ഒന്ന് പാടാ. എടാ ചെങ്ങാന്റെ ഫ്രീ ഫയറും വെടിയപ്പും പിന്നെ ഇവിടെ വെടിയപ്പ് ഇവിടെ നിക്ക്. വെടിയപ്പാണ് ഇവിടെ മെയിൻ ആയിട്ട് ചെക്കന്മാര്. എടാ എല്ലാരും കേൾക്കുന്നുണ്ടോ? എടാ ചെങ്ങായിമാരെ ചെറുക്കന്മാരെ ആ കുറ്റിട്ട് വലിച്ചെന്നാ ഞാൻ സെന്ററിലേക്ക്. ആ ബാറ്റ് പതരാ. ഇത് പറഞ്ഞിട്ട് നിങ്ങൾ കളിച്ചോളി. എടാ എന്റെ ബാറ്റ് തരാ. അതായത് ചെറുക്കന്മാരെ കുട്ടികളെ മുതിർന്നവരെ നാളെ നമ്മളെ പെരിയില് നോമ്പ് തുറയാണ്. അപ്പൊ എല്ലാരും നോമ്പ് തുറക്കുന്ന ടൈം അവിടെ എത്തിയിരിക്കണം കേട്ടോ. നിങ്ങളോട് എല്ലാരോടുമാണ് മനസ്സിലായോ? നിങ്ങൾക്ക് വേണ്ടി എല്ലാ ഫുഡും ഉണ്ടാവും കേട്ടോ. അന്നോടും പാടെ വരൂലേ സാക്കിറ കാര്യത്തിലാണ്. എടാ ചെങ്ങായി അന്നോടും വരണം കേട്ടോ. എടാ എല്ലാരും വരണം. നമ്മളവിടെ നോമ്പ് തുറ വെച്ചിട്ട് ആൾക്കാരില്ലാന്ന് പറഞ്ഞ സാക്കിറ അനക്കേക്കാരം കേട്ടോ. ഓക്കെ അല്ലേ? എല്ലാരും ഉണ്ടാവൂലേ? എടാ ഒന്ന് ഉണ്ടാവും ഉറക്കെ പറയും. യെസ് ഗൈസ് നമുക്ക് ഇതാണ് കിട്ടേണ്ടത്. നമ്മൾ ആദ്യത്തെ നോമ്പ് തുറയാണ് കേട്ടോ. ഉണ്ടാവണം കേട്ടോ. ഉണ്ടാവൂലേ? എന്റെ അനിയനെയും വിളിച്ചോ. അനിയനോട് ഏട്ടനാണല്ലേ? ആണോ? എന്നാ എന്റെ ഏട്ടനെയും വിളിച്ച് എന്നാടാ നിങ്ങളെ ബാറ്റ് എന്നാ നിങ്ങൾ കളിച്ചോളൂ. മുന്നാസ അന്നൊക്കെ കണ്ടിട്ടാണ് നോമ്പ് തുറ വെക്കണേ. വരണേട്ടോ. അപ്പൊ ഗൈസ് നമ്മൾ ചെറുക്കന്മാരൊക്കെ പറഞ്ഞേ ഇവനൊക്കെ എത്ര വലിപ്പുണ്ട്. ഇവന്റെ ഒപ്പം ഇന്റെ പ്രായമുള്ള ചെക്കനാണോ? ഓ നോക്കിയാ പോത്ത് പോലെ വലിപ്പുണ്ട്. ഓ എന്നിട്ട് കുട്ടികളെ പറ്റിച്ചാണ്ട് ഇതാക്കണ ഇപ്പന്മാരൊക്കെ ഒപ്പം കളിച്ചിറക്കുക. സ്ഥിരം വിളിയില്ലാത്ത പല പണിക്കും പോയിക്കോട്ടെ ചെങ്ങ എനിക്ക്. ഇവിടെ വിളിച്ചപ്പോ ഇവൻ എന്താ പറഞ്ഞത്? ഇവനെ വിളിച്ചപ്പോ ചലക്കാതെ പോടാണ്. നാളെ പരിപാടിയാണ് വരില്ലേ? പെയിന്റ് പരിപാടി കഴിഞ്ഞു. ഇത് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നല്ല ഭംഗിയായിട്ട് നടത്തി. നാളെ വരണം. ഇല്ല കൈസ് ഇപ്പം അത്യാവശ്യത്തിന് നമ്മളെ രീതിക്ക് സഹായിച്ചു അവിടെ പെയിന്റ് പണിക്കൊക്കെ. അല്ല ഞാൻ അതിനെ കുറച്ച് രീതിക്ക് ഒന്ന് കൂട്ടി പറഞ്ഞതാ. അപ്പൊ നാളെ പരിപാടിയാണ്. എന്തായാലും സെറ്റ് ആക്കണം കേട്ടോ. ആ ഉണ്ണിയെ അതിനോടും കൂടിയാണ് കേട്ടോ. എല്ലാരും വേണം. അല്ല മുതിർന്ന ആള് വേറെ ആളും കൂടി ഉണ്ട് ഇവിടെ. നമ്മളെ സ്വന്തം ബേബിക്കാക്കാന്റെ ഏക്കം അൽസാനു അല്ല അമൽദാദ്. അസ്സലാമു അലൈക്കും. നാളെ പരിപാടിയാണ്. നോമ്പുറക്കലാണ്. വരണം കേട്ടോ. എന്റെ പെങ്ങളെയും വിളിച്ചോണ്ടി പിന്നെ അനിയനും വിളിച്ചോണ്ടി. എങ്ങനെ? ആ എന്റെ അഞ്ചനും വിളിച്ചോ. ആ അതാക്കണേ. എടാ നാളെ പെരിയിൽ നോമ്പുറക്കലാണ്. വരൂലേ? തലപ്പിലാന്ന് വിളിച്ചെടുക്കുന്നത്. എനിക്ക് നോമ്പുണ്ടെന്ന്. നോമ്പ് തല്ലിക്കറിയാതാ? എടാ നീ വേറെ നമ്മളെ നാട്ടിലെ അടിയിൽ ചെക്കന്മാരുടെ അടിയിലുണ്ടോ? വരണട്ടോ വരണട്ടോ. നിങ്ങൾ വിളിച്ചോളെ. നാളെ നിങ്ങൾ വിളിച്ചോ. എടാ നീ ചെറുക്കന്മാർ കളിച്ചോട്ടെ. അല്ലെങ്കിൽ കൈസ് ഉപലി നമ്മളെ അറിയും. എടാ നാളെ ഇവിടെ ഇനി വരാത്ത ചെക്കന്മാരെ ആരെങ്കിലും അവരോടൊക്കെ വരാൻ പറയണേ കേട്ടോ. എടാ നാളെ വരണം കേട്ടോ. എടാ എന്റെ കാക്കാനെയും വെല്ലിപ്പാനെയും എല്ലാരും വിളിച്ചിട്ട് അങ്ങോട്ട് വാ കേട്ടോ. വെല്ലിപ്പാനെ പറഞ്ഞോ. അത് 16 ആൾക്കാര് 15 ആൾക്കാരുണ്ട് പോലും. അത് കുഴപ്പമില്ല. എണ്ണണ്ട അങ്ങോട്ട് വന്നോട്ടെ. എടാ ഞാൻ എണ്ണയും 15 ആയിക്കോട്ടെ. എല്ലാരും വിളിച്ചോളൂ.
ആയിക്കോട്ടെ പടച്ചോനെ ഗൈസ് നമ്മള് നേരത്തെ വരാൻ തോന്നിയതാവോ? ഒരു കാക്കക്കൂട്ടത്തിൽ നിന്ന് ഇറങ്ങി പോകുന്ന മൈക്കുണ്ട് ഗൈസ്. ഇവിടെ അല്ലാത്ത ആൾക്കാരോട് ചെക്കന്മാരോട് പറഞ്ഞ് ഏൽപ്പിച്ചാ എല്ലാരും കൂട്ടി വരണം കേട്ടോ. അവിടെ കളിച്ചോളി, അപ്പൊ നാളെ മറക്കണ്ട കേട്ടോ. അവിടെ എൻ്റെ ഉമ്മച്ചൊക്കെ ഉള്ളിലാ ഗൈസ്. നമ്മളെ അമ്മായിൻ്റെ ഓൾക്കും കൂടിയും പറയാൻ വേണ്ടി വന്നതാണ്. ഇമ്മ ഓൾറെഡി വിളിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഫോണിൽ കൂടെ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ പറയേണ്ട മര്യാദ അറിയുന്നത് നേരിട്ട് കണ്ടു പറയുന്നത്. താത്ത ഇല്ലേ? എന്നാ വാ നമുക്ക് ഉള്ളിൽ കയറാം. അമ്മായിയുടെ പുറത്താ ഉള്ളിലാ? ഉള്ളിലാ ബാ. അമ്മായിയേ കടക്ക ചിരിയൊക്കെ തുറക്കേ. ആണോ? ഞാൻ വിചാരിച്ച് തിന്നതാക്കിയായിരുന്നു. അപ്പൊ കുഴപ്പമില്ല. നോക്കി, നാളെയാണ് പരിപാടി പെരിയില് കേട്ടോ. നേരത്തെ പോരും. രാവിലെ പോകും. ആണോ? കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഏകദേശം ഒരു ഒരു ചെറുമുക്കാലൊക്കെ ആകുമ്പോൾ വന്നാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? ഇന്നലെ ഗൈസ് കുട്ടിക്ക് പോളി അടിച്ചിട്ട് കരച്ചിലും ബീച്ചിലുമാണ്. നിറങ്ങി മോളുണ്ട് വേദന. ആണോ? എവിടെ വന്നിട്ടോ? 2.5 മാസത്തെ നാളെ പരിപാടി ഉണ്ടോ നമ്മളെ പേരില് കേട്ടോ? മറക്കരുത്. എല്ലാരോടും പറഞ്ഞു. നമ്മളെ എല്ലാരോടും നാടത്തെ കുട്ടികളോടും. പരിപാടിയാണ് നാടത്തെ കുട്ടികളെ പരിപാടി. ഷംന പെരി ഉപ്പടെ അവിടെയാണ്. എല്ലാരും വിളിച്ചാന്നൊക്കെ നമ്മളെ ഒരു ഇവിടെ പറ്റുന്ന ആൾക്കാരൊക്കെ. കുഞ്ഞാമീറ്റും ഇങ്ങോട്ട് വന്നത് നന്നായി. ഇപ്പൊ അവിടേക്ക് ഇനി പ്രത്യേകിച്ച് വിളിച്ചിട്ടില്ലെങ്കിലും അവിടെ തുറവി ഇവിടെ തുറവിയും കഴിഞ്ഞല്ലോ. ഇന്നത്തിൽ ഇനിയും വിളിച്ചണോ ചോദിച്ചാൽ ഇനിയും കുറെ കമന്റ് ഉണ്ടാവും. അപ്പൊ ഞാൻ എന്താട്ടെ നമുക്ക് നോക്കാം. എന്തായാലും ഗൈസ് ഇനി നമ്മൾ നേരെ ഷംനൻ്റെയോടെയും പോകണം. ഷംനൻ്റെയോടെയും കൂടി പറയാനുണ്ട്. പരിപാടിയിലേക്കാരം ചെറിയ കടയിൽ പോയിക്കണം. രാത്രിയാവും. ഓ ഉണ്ടാവൂല, കുനിമാനും ഉണ്ടാവൂല. ആണോ? അളിയൊക്കെ ഉണ്ടാവില്ല. അളിയാക്കും പണിയാണ്. പെരുന്നാളല്ലേ, പണിയല്ലേ? പണി ഇനി വരേക്കാരം. വിളിച്ചോക്കാം. നീ ഞങ്ങൾ ഇറങ്ങി നോക്കട്ടെ കേട്ടോ. പോയി അമ്മായിയെ ഇറങ്ങി നോക്കട്ടെ കേട്ടോ. നമ്മൾ ഇവന്റിനെ ഏൽപ്പിച്ചു, ടീമിനെ ഏൽപ്പിച്ചു. സമൂസയും കട്ലറ്റും എല്ലാ സാധനവും പണിയെടുക്കണം. വന്ന് ഇരുന്നാൽ മതി. ഞാൻ ഇറങ്ങി നോക്കട്ടെ തമ്മയ്യേ. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ ഷംനൻ്റെ പോയോക്കട്ടെ. അപ്പാപ്പ കിടക്കട്ടെ. അപ്പാപ്പൻ ഞങ്ങൾ വരാം. വൈകുന്നേരം ടൈം ആകുമ്പോൾ അപ്പാപ്പനെ എടുക്കാനും വരാം. ഓക്കെ, നമുക്ക് നേരെ പോയോക്കട്ടെ. ഇനി അങ്ങനെ കഴിച്ച് നമ്മൾ ചെറുക്കന്മാരെയും അമ്മായിനെയും അതേപോലെ തന്നെ നമ്മൾ ഷംനനെ അവിടെ പോയിട്ട് അവിടെ നമ്മൾ കണ്ടില്ല. ഇനിയിപ്പോൾ ഓളെ ഫോണിൽ വിളിക്കാം. പിന്നെ ഒരു കാര്യം കഴിച്ച് അത് ഒന്നും പാടെ നമുക്ക് വിളിച്ച് പറയാം. നമ്മൾ വിളിച്ചിട്ടില്ല, അമ്മല്ലേ വിളിച്ചത്. പിന്നെ കഴിച്ച് വേറൊരു കുടുംബക്കാരും പാടെ ഉണ്ട്. അത് നിങ്ങളെല്ലാവരും പറഞ്ഞു ആ അമ്മായി ഈ അമ്മായി എല്ലാവരും തെറ്റിലാണെന്ന്. അങ്ങനെയൊന്നും അല്ല. ഓലിയും പാടെ കഴിച്ച് നമുക്ക് വിളിക്കാനുണ്ട്. ഓല് വരാൻ പറ്റുകയാണെങ്കിൽ വരട്ടെ. കാരണം നമുക്ക് അങ്ങോട്ട് പോക്ക് നടക്കൂല. എങ്ങനെയാലും ഒരു 10-30 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ പോയി വിളിക്കൽ എന്തായാലും നടക്കൂല. അവർ വിളിച്ചാൽ ഓല് വരികക്കാരം. എന്തായാലും വിളിച്ചാൽ വരാക്കൂല. അപ്പോൾ എന്തായാലും വരികക്കാരം. അപ്പോൾ ഗൈസ് ഓലും എല്ലാവരും പാടെ നമ്മളെ ഫാമിലിയിൽ, അപ്പോൾ നമ്മളെ ഫാമിലി എല്ലാവരും ഫുള്ളാവൂലേ? അപ്പോൾ ഗൈസ് അങ്ങനെ ഒരു നോമ്പ് തുറക്കാരും നാളെ ഉണ്ടാകാൻ പോണത്. നമ്മളെ പണിയൊക്കെ ഗൈസ് ഇവിടെ ഏകദേശം 3/4 ഭാഗം അയക്കണില്ലേ? എന്താണ് പണി? അതിനോടനെ ചോദിക്കണേ. ഇജെങ്ങട്ടി പോണത്? എന്നാ വലിയ ആളോട് ചോദിക്കാം. എന്തായി നമ്മളെ പണി? ഓനോടനെ ചോദിച്ചോളി. പറയടാ, പറ. പണി എന്താ? പണി നിങ്ങൾ കാണുന്നില്ലേ? പണി ഞാൻ കാണുന്നുണ്ട്. നാളെ ഒരു വരുമ്പോ ഇതിന്റെ ഒരു ഔട്ട് നിങ്ങൾ രീതിയിൽ പ്രതീക്ഷിക്കാം. മറ്റോളും കൂടി വരുന്നുണ്ടോ? ജോലി വരില്ലോ നാളെ? ഓൾക്ക് വന്നിട്ട് ഞാൻ സൈഡ് ഒന്ന് റെഡിയാക്കാനുള്ളൂ. ഫ്രണ്ട് എന്തായാലും ഇപ്പൊ നമ്മള് ഉഷാറാക്കി പോകും. നമ്മളെ ഫ്രണ്ടിലത്തെ ഒരു ലുക്ക് എന്ന് പറയാൻ ഇതാണ്. ലുക്ക് പറഞ്ഞാൽ അങ്ങനെയൊന്നല്ല. ഇതിപ്പോ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാലേക്കല്ലേ രാത്രി ഉണ്ടായി കഴിഞ്ഞാലേക്കാണ് ഗൈസ് ഇതിന്റെ ഒരു രസം ഉണ്ടാവുക. മമ്മ രാത്രി എന്തേക്കാരം ഇതിന്റെ അവസ്ഥ ഒന്ന് പറഞ്ഞാണി? എന്തേക്കാരം? നല്ല രസം ഉണ്ടാവും. കാണാൻ നല്ല രസക്കാരോ അല്ലേ? ടൈം എത്രയായി? ടൈം 6:15. അതൊക്കെ നോമ്പില്ലേ? നമുക്ക് ഇവിടുന്ന് തുറക്കാം കേട്ടോ. നമ്മള് ചെറുക്കന്മാരൊക്കെ പറ്റുന്ന ചെറുക്കന്മാരൊക്കെ നമ്മൾ വിളിച്ചിക്കണേ. ഇനിയിപ്പോൾ ഉണ്ടാവും ആരെങ്കിലുമൊക്കെ. അപ്പോൾ ഇനി കാണണമെങ്കിൽ വിളിക്കണം. പിന്നെ താഴത്തെ നമ്മളെ താഴത്തെ 2 പേരക്കാരിയും അവിടെ വിളിച്ചാ കേട്ടോ. അത് ഉമ്മയും പോയി പറഞ്ഞാൽ മതി കേട്ടോ. ആ നീ കഴിച്ച് നമുക്ക് ആ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് അരിയാണ്ട് അതിനുള്ള പരിപാടി. ബാ പണിയൊക്കെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ആക്കാം. ആ ഫ്രൂട്ട്സ് കരിയാൻ കുടിക്കാം.
അമ്മ ഫ്രൂട്ട്സ് ഇടാം. അമ്മ ആക്കണടാ വത്തക്ക അരിഞ്ഞ് വെച്ചാണ്. അതോ വത്തക്ക ഇപ്പം നമ്മൾ വാങ്ങിയല്ലോ. അത് ഇന്നലത്തെയാണ്. ആണോ? ആ ഓക്കെ ഓക്കെ. മഞ്ഞ വത്തക്ക നമ്മൾ റെഡാ വാങ്ങിക്കണേ. രണ്ടും കൂടി ഉണ്ടായിക്കോട്ടെ. എനിക്ക് എന്താ തിന്നാൻ കൊടുത്തേ? ഓൻ എന്തിനാ കരിയണ്? ആണോ? അതുകൊണ്ടാ കരിയണ്? ഓനൊന്നും തിന്നൂല. മീൻ കൊടുത്തു കഴിഞ്ഞാൽ അത് വേണ്ട, ഇറച്ചി കൊടുത്തു കഴിഞ്ഞാൽ വേണ്ട. എന്താ വണ്ടിയാ അവിടെയല്ലേ? ആണോ? പറ. ആണോ? ചെറുക്ക അതെന്താ സമ്മതിക്കായി? അതെന്താ എന്നെ സമ്മതിക്കാതെ? ഓനെ കഴിച്ച് പെരീന്ന് പെരീന്ന് വിടൂലല്ലോ. ആ ഇവിടെ എന്താണ് ആ വൈകിൻ്റെ അടുത്ത്. അപ്പോൾ കേസ് നമ്മൾ വേറെ കുറേ ആൾക്കാരൊക്കെ വിളിച്ചാണ്. എല്ലാവരും കൂടി കുറച്ച് പറ്റുന്ന ആൾക്കാരൊക്കെ വന്നാൽ മതി. ഇനി നമ്മൾ കുറേ ചെക്കന്മാരോട് വിളിച്ചിരുന്നു. അവരൊക്കെ വന്നാൽ മതി. ഇനി എന്തായാലും കേസ് തയ്യൽ നടത്തുന്ന ചേച്ചി അവരൊക്കെ വിളിച്ചിരുന്നു. എല്ലാവരും ഗ്രൗണ്ടിലുണ്ട്. എല്ലാവരും വിളിച്ചിരിക്കണ്. അത് ഇപ്പോൾ മറ്റേ ഇടവയിലുള്ളതാ. അപ്പോൾ ഓക്കെ കേസ് ഇനി നമുക്ക് എന്തായാലും ഈ കുന്നും മലയൊക്കെ കയറി കുട്ടികളെ വിടാൻ ചിലപ്പോൾ പ്രയാസിക്കാരോ വിളിക്കാം. ഞങ്ങൾ ഇനി ഈ സാധനങ്ങളൊക്കെ അരിയട്ടെ. നമുക്ക് നോമ്പറക്കാല പരിപാടി നോക്കട്ടെ. നമുക്ക് മെല്ലെ രാത്രിക്കത്തെ റിവ്യൂ നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. ഇത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ അല്ല മമ്മ. അങ്ങനെ നോമ്പറക്കാൻ ടൈം ആയിക്കണം കേട്ടോ. മമ്മ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചോളി. ഏടാ ഈ ഫ്രൂട്ട്സ് അങ്ങോട്ട് കൊണ്ടുവച്ചു. ഡീപ്പടം മറ്റോമാര് ഒരു മുട്ടുസൂചി അങ്ങോട്ട് ഇപ്പൊ ഒരാളാണ് പോയിക്കണേ. ഓനെ കാണാനല്ലോ നോമ്പറക്കാൻ ജോലി ഇവിടെ കയറൂലാവോ? അത് മനഃപൂർവ്വം പോയതാണെന്ന് അറിയില്ല കേട്ടോ. ചെറുക്കന്മാര് മടിയായിട്ട് പോയതാണാവോ? ആ ടൈം കാണാനല്ലോ അല്ലെ? വരുന്നുണ്ട്. ഭാഗ്യം. ഞാൻ വിചാരിച്ചു മിന്നിയത്. നമ്മള് ഗൈസ് ചെറുക്കന്മാരെ വെറുതെ തെറ്റിദ്ധരിച്ചു. വരുന്നുണ്ട്. ബാ ഫുള്ളായിട്ട് കയറ്റി ഇങ്ങോട്ട് കയറ്റിക്കോ. കയറ്റിക്കോ. വരുന്നുണ്ട് ഗൈസ്. കേറട്ടെ അങ്ങോട്ട്. അവിടെ നിർത്തിക്ക. ഞങ്ങളെ നിങ്ങള് മിന്നിന്ന് നോമ്പറക്കാൻ കറക്റ്റ് ടൈം ആയപ്പോ നിങ്ങൾ സ്കീമിട്ട് മിന്നിയെന്ന് വിചാരിച്ചു. കിട്ടിയോ? മുട്ടു കിട്ടിയോ? പാടാ ടൈം ഇപ്പൊ വാങ്ങും. മമ്മ ഈ സ്റ്റൂൾ എടുത്താണ്ടേ അങ്ങോട്ട് ഇട്ടാണി. എടാ അനിയോ ഈ സ്റ്റൂൾ ഇട്ട് അങ്ങോട്ട് ഇട്ടാ. ആരുടെ ഉള്ളിലൊക്കെ ഇരുന്നോടാ. ആ ഉണ്ട്. ഞങ്ങളും ഉണ്ട്. എല്ലാരും ഉണ്ട്. എടാ ഇനി വേറെ സ്റ്റൂളില്ല. മമ്മ വേറെ സ്റ്റൂളിൽ നോക്കി. മമ്മാൻ്റെ റൂമിലുണ്ട് നോക്കി. മമ്മാൻ്റെ റൂമില് ഉണ്ടല്ലേ ഇവിടെ ഒളിപ്പിച്ച് വെക്കും. പിന്നെ അതാണ്ട് വെച്ചടാ. ബാങ്ക് ഇപ്പൊ കൊടുക്കുമ്പോ ഉള്ളിലേക്ക് ഇരിക്കുമ്പോ ബാങ്ക് കൊടുത്തു. ആ ഞാൻ അയക്കാം. ഇരിക്കുമ്മ. അങ്ങനെ കഴിച്ച് നമ്മൾ നോമ്പുതുറൊക്കെ കഴിഞ്ഞ് ഇവിടെ അനു നിസ്കരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ചെറുക്കന്മാരവിടെ നിസ്കരിക്കുന്നുണ്ട്. അമ്മ ഫുഡ് എടുക്കി ചെല്ലി കൊണ്ട് ചെന്ന് അവിടെ വെച്ചല്ലേ. പാത്രം കൊണ്ടുപോയോ? ഇനിയിപ്പോ എന്താ ഉള്ളത്? ഇനി എന്തേലും എടുക്കാണ്ടമ്മ ഇവിടുന്ന്? വെള്ളം ഇവിടെ. മമ്മക്ക് എന്താ പറയാനുള്ളത്? ഫുഡ് കഴിച്ചാന് നോമ്പ് എങ്ങനെ ഉണ്ടായി? അടിപൊളി. നോമ്പ് പറഞ്ഞാൽ കുഴപ്പമില്ലാതെ തുറന്നു. വെള്ളം എന്തേലും എടുക്കാണ്ട് എടുത്തോളി. ക്ലാസ് എടുത്തിട്ടില്ലല്ലോ അമ്മ. വാടാ ഇത് തിന്നിട്ട് പണി തുടങ്ങാം. വാ ഇത് കഴിഞ്ഞിട്ട് പണി എടുക്കാം. വാ എന്നാലും പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ ആൾ കഴിഞ്ഞില്ലേ? ഓല് ആത്മാർത്ഥതല്ല പണിക്കാരാണ്. ഓനെ കണ്ടിട്ടാണ് കഴിച്ച് നമ്മളിവിടെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞപ്പോ എല്ലാം പോയി എടുത്തു. ചോടന്നാ ഇഞ്ചി പണി എടുക്കണ്ട്. സമ്മതിച്ചു വാ. ഓനെ കണ്ടിട്ടാണ് കഴിച്ച് നമ്മളിവിടെ പത്തിരി ഉണ്ടാക്കിക്കണത്. പക്ഷെ ഒന്നും തിന്നിട്ടില്ല. നോമ്പ് തുറന്നപ്പോ ലേസം ഫ്രൂട്ട്സ് മാത്രമേ തിന്നിട്ടുള്ളൂ. വാ ഇരിക്ക്. പത്തിരിയെങ്കിലും ചെയ്യും നല്ലോണം തിന്നണം കേട്ടോ. മമ്മ ഉള്ളിൽ കയറി ഇരുന്നാണി. മറ്റൊല്ലിഞ്ഞ് വരുവാടാ അതോ ആണോ? ആണോ? ഇനിയിപ്പോ നമുക്ക് ഈ പരിപാടി ലേറ്റ് പരിപാടിയൊക്കെ ഒന്ന് കഴിയണം അല്ലേ? എടാ അത് നല്ല ടൈം എടുക്കുക കഴിയാനി. ഒരു മണിക്കൂർ അല്ലേ? എന്തായാലും കഴിച്ച് നമുക്ക് നോക്കാം. ഉള്ളിൽ കയറി ഇരിക്കും. ഇനിയിപ്പോ ഇറങ്ങാൻ നിൽക്കല് ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാല്
ഫ്രിഡ്ജിൽ വെള്ളം എടുത്തോ? തിന്ന് എന്താടാ ഉമ്മ ഫ്രിഡ്ജിൽ വെള്ളം എടുത്തോ? എടാ ഫ്രിഡ്ജിൽ വെള്ളം എടുക്കട്ടെ? ആണോ? ഫ്രിഡ്ജിൽ വെള്ളം മസ്റ്റാണ് ഗൈസ്. മാതിരി ചൂടത്തി ഫ്രിഡ്ജിൽ വെള്ളം നടക്കൂല. നമ്മള് ഗൈസ് ഇവനെ കണ്ടിട്ടാണ് കേട്ടോ. എടുത്തൂടി ഓനാകെ മെത്തപ്പാടും കുറവായി. എന്തിന് ഇജ്ജ് സ്വന്തം പേര് വെച്ചാണ് തിന്നൂട്? അതന്നെ അവിടെ കണ്ടില്ല ഇടുന്നത് അതേപോലെ തിന്നാ മതി. ഒരു മടി മറിച്ചണ്ട അത്ര ഉമ്മമാക്ക് മതിയോ? ഞാൻ പിന്നെ തിന്നോട്ടടാ. അത് ശരി. അപ്പൊ ഉമ്മ അങ്ങനെ പറഞ്ഞിട്ട് ഉമ്മ തിന്നില്ല. ഓനെ ഇല്ലായിട്ട് ഇങ്ങനെ പറയുന്നു, എന്നിട്ട് ഉമ്മ വന്നില്ല. അത് ശരി. ഉമ്മേ നോമ്പ് തുറന്നേക്ക് തിന്നലില്ലല്ലോ. കുറച്ച് സാധാരണ കേസ് നമ്മള് കുറച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മള് തിന്നല്. നിസ്കാരം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് തിന്നല്. കാരണം മറ്റേ ഫ്രൂട്ട്സ് ഒന്ന് ദഹിച്ചണം. നിങ്ങളെങ്ങനെ ഇന്നിപ്പോ നിങ്ങളൊക്കെ അല്ലേ നിങ്ങളില്ലേ തിന്ന വിചാരിച്ച് ഞങ്ങൾ സാധാരണ അങ്ങനെ നിൽക്കുക. ഇനിയിപ്പോ കുഴപ്പമില്ല. നമ്മളിപ്പോ തിന്നാൻ നോക്കട്ടെ. തിന്ന് കഴിഞ്ഞിട്ട് പണികളാണ് ഗൈസ്. അങ്ങനെ കഴിച്ച് നമ്മളെ ഫുഡ് കഴിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞു, നോമ്പറക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഓലൊക്കെ അവിടെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഓല് ചെയ്ത വർക്ക് എങ്ങനെയുണ്ട് കൂടി നിങ്ങളൊന്ന് നോക്കി. ഇമ്മമ്മക്ക് ലേറ്റ് ആണ് എന്താ പറയുക? എന്താ മോനെ ഞാൻ പറയുന്നത്, ഇതിലും വലിയ ഇത്രയും കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ലൈറ്റ് ഇവിടെ കണ്ടിട്ടില്ല. നമുക്ക് ഈ ഇതിൽ കൂടെ തന്നെ നമ്മളെ മോണ്ടനെ നിൽക്കാണ് കഴിച്ചാലോ. അത് നമുക്ക് പരിഗണിക്കുന്നതല്ല. കാരണം എനിക്ക് കുറച്ചും പാടെ കാലം കഴിച്ചു. എടാ ഞങ്ങൾക്ക് ഇങ്ങനെ ഇത് കാണാനുള്ള പൂതിയൊക്കെ അല്ലേ. ഉമ്മമാക്കണ്ടാ പൂതിജ സാധിച്ചു കൊടുത്ത അത് കഴിഞ്ഞിട്ടല്ലേ അതിന്റെ പറഞ്ഞ് കഴിച്ചോട്ടെ. അതിന്റെ അടി കൂടെ ഗോൾ അടിക്കാൻ നോക്കി, പക്ഷെ കഴിഞ്ഞില്ല. എന്തായാലും ഗൈസ് നിങ്ങൾ എങ്ങനെയുണ്ട്, ഈ സംഭവങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കി. ഇവിടെ മുണ്ടൊന്ന് കടി കൊടുത്താൽ ടോട്ടലൊന്ന് കടി കൊടുക്കും. ഇപ്പം പുറത്തുനിന്നൊക്കെ നമ്മളെ അതായത് റോട്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും. കാരണം ഈ കർട്ടണും അതിൻ്റെ അടിയിൽ കൂടെ ഈ ഒരു ലൈറ്റും കൂടി വന്നപ്പോൾ സംഭവം സെറ്റ് ആയിക്കോളും. താഴത്തുനിന്നൊക്കെ കാണുമ്പോഴേ നല്ല രസം ഉണ്ടാവും. ഞാൻ നേരത്തെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നു പണിയെടുത്തോണ്ടെന്നപ്പോ. അതെ, മോണ്ടന്റെ കല്യാണം പറഞ്ഞില്ലേ? അതെ, മോണ്ടന്റെ കല്യാണം നടത്താനുള്ള പ്ലാനിങ് ഉണ്ട് ഇൻഷാ അല്ലാ. ആ ഈ പന്തിന് വിളിച്ചതിന് മുമ്പ് അതും കൂടിയാണ് കഴിച്ചു കഴിഞ്ഞാലേ അല്ലേ? എങ്ങനെയുണ്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ? ഇല്ല കഴിഞ്ഞിട്ടില്ല. ഇത്ര കഴിഞ്ഞപ്പോ എങ്ങനെയുണ്ട്? ഇത്ര കഴിഞ്ഞിട്ട് നിങ്ങളല്ലേ പറയുന്നത്? അല്ല ഞങ്ങൾക്ക് ഓക്കെയാണ്, ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പൊ ബാക്കി ഇനി നമുക്ക് നാളെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാക്കല്ലേ നമുക്ക് നാളെ പുറത്തുവിടാം. ഓക്കെ. പിന്നെ ഗൈസ് ഞങ്ങൾക്കിപ്പോൾ ആകെയൊരു പേടി എന്താ അറിയോ? നാളെ കറണ്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് കാട്ടുന്നു ഞങ്ങൾക്ക് ഒരു പിടുത്തമല്ല. കാരണം ഇതിന് മുമ്പ് ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു കറണ്ട് ഒന്ന് മിന്നിപ്പോയി, 2 വട്ടം മിന്നിപ്പോയി. അതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട്. പിന്നെ പോരാത്തതിന് കോട്ടരമാളുണ്ട് അല്ലേ? കോട്ടരമാൾ എന്താകും അറിയില്ല. കറണ്ട് പോകാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചില്ലേ മമ്മ? കറണ്ട് പോകാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചില്ലായി. കറണ്ട് പോകില്ലാന്ന് വിശ്വസിച്ച് നമ്മൾ വിശ്വസിച്ചാ. എന്റെ ഒരു അഭിപ്രായത്തിൽ കറണ്ട് പോകുന്ന തന്നെയാണ് ഞാൻ പറയണത്. പോടാ. കാരണം ഇവിടെ പെലച്ചക്ക് ഒരു പോക്ക്, നോമ്പ് തുറക്കാൻ നേരത്തെ ഒരു പോക്ക്, അങ്ങനെ പലതരം പോക്കുകളാണ്. കുറച്ച് നേരം നിൽക്കുള്ളൂ, കുറച്ച് 10 മിനിറ്റ് ആളെ നിൽക്കുള്ളൂ. പക്ഷെ പെട്ടെന്ന് വരും കേട്ടോ. കൂടുതൽ നേരമൊന്നും പോക്കില്ല, പെട്ടെന്ന് കൈസ് കറണ്ട് വരും. 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേന് വരും. ഇനിയിപ്പോ കൈസ് എടാ ഇനിയിപ്പോ എടി കൂടെ ഏതൊക്കെ ലൈറ്റ് വരാണ്ടില്ലേ? ഗൈസ് നമ്മൾ വിചാരിക്കണ എങ്ങനെ വെച്ച് കഴിഞ്ഞാല്, അതായത് ഈ ലൈറ്റ് മാത്രം ആകുമ്പോ കോട്ടന്മാളെല്ലാം പാറിങ്ങിട്ട് വരും. അതുകൊണ്ട് നമ്മൾ ഈ വരുന്ന ഈ വയ്യുണ്ട് അവിടെ എന്തെങ്കിലും ഒരു ലൈറ്റ് വെക്കും. അപ്പൊ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇല്ല കോട്ടന്മാളൊക്കെ അവിടെ നിന്നോളും, ഇങ്ങോട്ട് വല്ലാതെ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയാണ് പ്ലാൻ. ഇപ്പൊ ഈ പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പോ നിങ്ങൾ പോവല്ലേ? എന്താണ് ഫുഡിനെ പറ്റി പറഞ്ഞോണ്ടാണ് തോന്നുന്നത്. ചെറുക്കൻ മോഹൻ ഗൈസ് മോഹം അയച്ചു വെക്കണില്ല. നിങ്ങൾ എങ്ങനെ പോണി? വേറെ ആളും കൂടി വന്നേ ഈ എവിടെ സ്ഥലം? എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ. പേര് പറഞ്ഞു മനാഫ്. ഇവലിപ്പം തന്നെ വർക്ക് ഇത് ഫ്രണ്ട്സ്. ഞാൻ ഇവനെ കൊണ്ടുപോകാൻ വന്നപ്പോ ആണോ? ഇതിനായിട്ട് വന്നതാ? ഓക്കെ നടക്കട്ടെ. അപ്പൊ നാളെ നിങ്ങൾ എപ്പോഴാ വെച്ചാൽ വരി കേട്ടോ. ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. വരുമ്പോ വിളിച്ചണം കേട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടല്ലേ വരിക? അല്ലേ അല്ലല്ല ആദ്യം വരും. കംപ്ലീറ്റ് ഒന്ന് സെറ്റ് ചെയ്യാല്ലേ? ഫുഡൊക്കെ കഴിച്ച് ആ ഒരു ടൈം ആകുമ്പോ ഒരു 5 മണി ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ എത്തിക്കൂലേ? എന്തായാലും കഴിച്ച് 6:45 അടുത്തിട്ടാണ് ബാങ്ക്. അപ്പൊ അതിന്റെ ഒക്കെ ഇതാകുമ്പോത്തിന് കുറച്ച് പരിപാടികളുണ്ട് കഴിച്ച് ഇവിടെ സെറ്റപ്പ് ആക്കാൻ. ഇതുവരെ പരിപാടി ഒന്നും മോശമായിട്ടില്ല.
മോശമായിട്ടില്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ? നിങ്ങളതൊരു ആ ലെവലിൽ എത്തിക്കണം എന്നാണ് നമ്മളും കരുതിയിരുന്നത്. ഞങ്ങൾ പേടിക്കണം എന്താ കോട്ടരുമീൻ കറണ്ട് വേണം, അല്ലാതെ കാരണമില്ല. നിങ്ങളെ വർക്കിന്റെ കാര്യത്തിലൊന്നും ഒരു പേടില്ല. ആകല്ല ഞങ്ങളെ നാട്ടിലത്തെ കുറച്ച് പ്രശ്നങ്ങള് കറണ്ടും അതേപോലെ കോട്ടരുമീൻ അതൊക്കെ നമുക്ക് സെറ്റാക്കാം. സെറ്റാക്കാം. ചെറിയൊരു സമാധാനം ഉണ്ടാവും കോട്ടരുമേന്റെ കാര്യത്തില്. ഇറങ്ങിയല്ലേ? ഇതൊന്നും കൊണ്ടുപോകണല്ലോ, ഇതൊക്കെ ഇവിടെ തന്നെ ഇടുവല്ലേ? നാളെ ഇവിടെ സെറ്റ് ചെയ്യാല്ലേ? ഓക്കെ. ഇജ് നാളെ മസ്റ്റ് ആയിട്ട് വരണം കേട്ടോ. എടാ ഓനെന്നായാലും ഇടിക്കടാ. ഓണ്ടേ ഓനെല്ലാം മാറി കളിച്ചു. ഓനവൻ്റെ നാണം മുഖല്ലേ തൊട്ടിയേ എല്ലാരും നോട്ട് ചെയ്ത് വെച്ചോളി. ഓൻ്റെ ഒരു നാണക്കേട്. ഓൻ ആരോ പറഞ്ഞ് കളിയാക്കിക്കണ കഴിച്ചു, ഏതോ വ്ളോഗിലിട്ട് കളിയാക്കിക്കണ. മോട്ടറാക്കി വിട്ടിരുന്നത്. ഓക്കെ ശരി. വണ്ടിക്ക് ലൈറ്റ് ഇല്ലേ? ഇൻഡിക്കേറ്റർ ഇട്ടാ പോണേ, ലൈറ്റ് ഇല്ല കഴിച്ചു വണ്ടിക്ക്. പടച്ചോനെ ഈ കയറ്റം എങ്ങനെയാണ് ഓൻ കയറ്റിയത്? എങ്ങനെയാണ് നമ്മളെ സംഭവം? എങ്ങനെയാണോ ചോദിച്ചാൽ എന്താ ഇതിന് കുറ്റം പറയാ? കുറ്റം ഞാൻ ഇവിടെ പറയാൻ പറഞ്ഞിട്ടില്ല, ഞാൻ എന്താണ് പറയാ. അതായത് നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. നമ്മൾ ഈ പെയിന്റും പാട് കഴിച്ച് ഈ ഒരു കളർ ടൂണിക്ക് പെയിന്റും കളറും കൂടി വന്നപ്പോ ആ ജനലിന്റെ പെയിന്റും ഒക്കെ പാടെ വന്നപ്പോ നല്ല ഒരു തെളിച്ചുണ്ട് അല്ലേ? അതായത് നമ്മളിപ്പോ ഈ പെര പെയിന്റ് അടിച്ചിട്ടില്ലാന്നോ, പവർ കിട്ടൂല. അതാണ് പെയിന്റ് അടിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാണുന്ന ഒരു ലുക്ക് ഉണ്ടാവൂല അല്ലേ? ലുക്ക് ഉണ്ടാവൂല. ഞാൻ കുറച്ചുകൂടി ബാക്കിൽ നിന്ന് കാട്ടി കൊടുക്കട്ടെ. അപ്പൊ ഗൈസ് റോട്ടിൽ നിന്നൊക്കെ നിന്ന് നോക്കിയാണ്ടല്ലോ നല്ല ഭംഗിയാണ്. എടാ നീ നാളെ ഞാൻ പറഞ്ഞുതരാം. നാളെ ഗൈസ് ഫുള്ള് ലൈറ്റും സെറ്റപ്പ് ഒക്കെ വരുമ്പോണ്ടല്ലോ നല്ല ഭംഗിയായിക്കാരം. നമ്മൾ ഗൈസ് വല്ലാതാണ് കാശ് ചെലവാക്കണില്ല, പിന്നെ ഓല് നമുക്ക് അങ്ങനെ ചെയ്ത് തരാന്ന് പറഞ്ഞു ചെയ്തിട്ടോ. അല്ലാതെ നമ്മളടുത്ത് പൈസ ഉണ്ടായതുകൊണ്ട് നമ്മൾ ദൂരത്തടിച്ച് കളയണമെന്നല്ല. പിന്നെ ഈ ഒരു പരിപാടി നമ്മൾ ഗൈസ് കുറേ നാളുകൊണ്ട് തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആ ടൈം തന്നെ നമ്മൾ ചെയ്യണം വിചാരിച്ചാണ്. അത് കഴിച്ച് നമുക്ക് ഇപ്പോഴാണൊന്ന് പറ്റിയത്. ഉമ്മ ഇങ്ങോട്ട് വരി. ഈ കണ്ട കാലം തൊട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ലൈറ്റ് സെറ്റപ്പ് ചെയ്തിക്കണോ? നമുക്ക് അതിന് കഴിഞ്ഞിട്ടില്ല മക്കളെ. ഇപ്പൊ കഴിഞ്ഞു ചോദിച്ചാൽ ഇപ്പൊ നമ്മളെ എല്ലാവരും സഹായം കൊണ്ട് നമ്മളെ കുട്ടികളെ എല്ലാവരും ഇതില് നമുക്കിങ്ങനെ ഒരു പരിപാടി വെക്കാൻ പഠിച്ച അനുഗ്രഹിച്ചിട്ട് കഴിഞ്ഞു. അത് എന്തുകൊണ്ട് ചോദിച്ചാല് എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറ്റണം? ഇപ്പൊ നമ്മളിപ്പോ വീഡിയോ ഒക്കെ എടുത്തതുകൊണ്ട് വീഡിയോ ഒക്കെ എടുത്തോണ്ട്. അപ്പൊ ഗൈസ് കളി ആക്കണേ. ഞാൻ അപ്പോൾ ഗൈസ് എല്ലാ സ്ഥലത്തും ഉണ്ടാവും. അപ്പോൾ സ്വന്തം നാട്ടിലായാലും ഉണ്ടാവും, വേറെ എല്ലായിടത്തൊക്കെ ഉണ്ടാവും. കളിയാക്കാനുള്ളവരോട് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉമ്മമാനപ്പോൾ പള്ളിക്ക് പോകുമ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും പറയലുണ്ടോ? ഞാനും ഒന്നും പറയലില്ല. പണ്ട് പറഞ്ഞില്ലോ? പണ്ടൊക്കെ പറഞ്ഞേനെ. ഇപ്പോൾ ഒക്കെ കാണുമ്പോൾ എല്ലാവരും ചോദിച്ചു, വല്ലതൊന്നും പറയല്ലോ. അപ്പോൾ അത് കഴിച്ച് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഫസ്റ്റ് കഴിച്ച് എല്ലാവരും നമ്മളെ കളിയാക്കും, പിന്നെ 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 അതൊക്കെ ശരിയായി വന്നോളും. ഇപ്പോൾ ഓൾക്കെന്നെ മനസ്സിലായിക്കോളും. ഇപ്പോൾ കഴിച്ച് പഠിച്ചോ സഹായിച്ചിട്ട് ഇപ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നാട്ടിൽ നിന്നായാലും എല്ലാവരും ഒരു പുഞ്ചിരി ഉണ്ട്, പണ്ടത്തെ പോലെ അല്ല കഴിച്ച് അല്ലേ? ആദ്യമൊക്കെ ഇറങ്ങാനൊരു മടിയാണ്, ഒരു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. അത് ഞങ്ങൾക്കില്ല മടി, ഇമ്മമാക്കാണ് കഴിച്ച് മടി. കാരണം ഇമ്മമ്മ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാണ്ടല്ലോ ആൾക്കാർ ഇങ്ങനെ പോണോക്ക് സിനിമയിൽ അഭിനയിക്കണ അങ്ങനെയൊക്കെ ചെയ്യണി. ഇമ്മാക്ക് എന്താ അവിടെ പണി ഒന്ന് പറഞ്ഞു തരുമോ? ഇവിടെ എല്ലാവരും വ്ളോഗിൽ നിൽക്കുമ്പോൾ അവിടെ പണി എന്താ? ഇങ്ങനത്തെ പണി എന്താ ഇവിടെ? ഷൂ ഒക്കെ 4 വയ്ക്കുക, വല്ല പട്ടികളും കടിച്ചോണ്ടായാലും. ഷൂ ഒക്കെ ഞാൻ അയക്ക് എടുത്ത് വെച്ചിക്കണേ. പിന്നെന്താ ഇഞ്ചി മാറ്റി ചെരുപ്പ് അവിടെ തൊടൂലാണ്. അതില്ലേ അത് ഞങ്ങളേലും ഒക്കെ ഉണ്ടായത് നിങ്ങളത് കൊണ്ടുവച്ചാ പിന്നെ ഞാൻ പറയാൻ പറയാം. ഇത് മമ്മ അവിടെ പെർമനന്റ് ആയിട്ട് സ്ഥിരമായിട്ടാണ് വെച്ചാലോ ഈ ലൈറ്റ് സെറ്റപ്പ്. പൊന്നേരം വല്ല എവിടെയും കോട്ടയം ഉണ്ടാവില്ല. നമ്മളവിടെ മാത്രമേ നമ്മളിവിടെ ഈ പരിസരത്ത് കൂടെ ഉണ്ടാവും. നാട്ടുകാർ ഈ തറി അതിലൊക്കെ കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ കോട്ടയമ്മനെ വളർത്തുകയാണ് വെച്ചാണ്ട് വേണ്ടോ വേണ്ട. നമുക്ക് വരുന്നത് മഴ അറിയ വരുവേ. നമുക്ക് നാളത്തെ ദിവസത്തിന് പഠിത്തം കഴിച്ചിട്ട് കോട്ടയമൊന്നും ഇല്ല. ഞാൻ മതിയിന് വേഗം ഓഫാക്കുക. കുഴപ്പമില്ല. ഇത് ഈ ലൈറ്റോ ഈ വലിയ ലൈറ്റ് ഓഫ് ആക്കിയിട്ടുള്ള കുറച്ചേരം കത്തിയിട്ട് നമ്മൾ അല്ല കുറച്ചേരം കത്തി കുറച്ചേരം കത്തിയിട്ട് ഓഫാക്കുക. മറ്റേത് നാളത്തെ ദിവസം ആണെന്നുണ്ടെങ്കിൽ ഓഫ് ആക്കണ്ട. കാരണം പിന്നെ നമുക്ക് നാളെ ഓഫാക്കണ്ട, നാളെ വരുന്നോട്ട് കൂടെ പോകും കോട്ടയമ്മ. പിന്നെ കഴിച്ച് നമുക്ക് ഒറ്റ ദിവസം നമുക്ക് ഈ ലൈറ്റ് ഇങ്ങനെ കത്തിച്ച് വെക്കാൻ എന്താ ഞാൻ പറയാ, ഒറ്റ ദിവസം കഴിച്ച് നമുക്ക് ഈ പല്ലുമക്കൾ ഇപ്പിട്ടോടാണ് കഴിച്ച് എനിക്ക് വർത്തമാനം പറയാൻ കഴിയില്ല. ഇത് തുറക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് സാവകാശമൊക്കെ ഉണ്ട്, അല്ലാതെ ഒറ്റയടിക്ക് പോലെ കെട്ടും മറപ്പും പൊട്ടി പോകില്ലല്ലോ. ഇതൊക്കെ കെട്ടുവെച്ച് കൊടുക്കുമ്പോൾ പണി എത്ര ഉണ്ട്. തുറക്കലൊക്കെ കഴിഞ്ഞ് വരുമ്പോ തന്നെ ഇഷ്ടം പോലെ കോട്ടയമാളുണ്ട് ഗൈസ്. കുട്ടികൾ ചോറുന്നുമ്പോ അതിക്കൊന്നും കോട്ടയമ്മ ആവാതെ നിക്കട്ടെ, പഠിത്തം കാക്കട്ടെ. കുട്ടികളാണെങ്കിൽ ലൈറ്റിന്റെ അത്ഭുതം കണ്ട് കുട്ടികളും വരുമ്പോഴൊന്നും വരാനാവൂല.
ആര് പറഞ്ഞു ഇവിടെ 8-7 ആയപ്പത്തിന് കോട്ടർമാൾ ഇഷ്ടം പോലെ പൊതിഞ്ഞു വന്നേ. ആ ടൈമിലല്ലേ നമ്മളെത്തും. ഇപ്പൊ ഒരു വട്ടം കറണ്ട് പോയിട്ട് കഴിച്ചാൽ നമ്മൾ ഫ്ലാഷ് അടിച്ചിട്ട് ചെറുക്കന്മാർക്ക് അടിച്ചു കൊടുത്താണ്. ഇഷ്ടം പോലെ കോട്ടർമാൾ വന്നിക്കാണ്. അതെ ഇടമായ പെയ്താലുണ്ടാവും ഇവിടെ കോട്ടർമ്മ. അപ്പൊ ഗൈസ് നമ്മുടെ ആറ്റ് നോറ്റിൽ നിന്ന് നമ്മൾ കാത്തിരുന്ന ആ ദിവസം ഗൈസ് നാളെ വരാൻ പോകുകയാണ് അല്ലേ അമ്മ? അപ്പൊ ഗൈസ് നമുക്ക് എല്ലാവർക്കും നാളെ രാവിലെ അല്ലേ നാളെ ഒരു വൈകുന്നേരം ആവുമ്പോ ഗൈസ് ഇവിടുത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്നുപാടെ ലുക്കാവും, ഒന്നുപാടെ അടിപൊളിയാവും. രാത്രി ആവുമ്പോഴേക്കായിട്ട് ഗൈസ് ഇതിന്റെ ഒരു എന്താ പറയാ രസം വരുന്നത്.